أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ഇത് കേവലം 3 ആയത്തുകളാണ് ഈ സൂറത്തിൽ ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിന്റെ 4 ഭാഗത്തിനോട് തുല്യമാകുന്നതാണ് ഈ സൂറത്ത്. അതുപോലെ അവസാനത്തെ അധ്യായവുമാണ്. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നെ ബദരീകളിൽപ്പെട്ട വയസ്സുള്ള സഹാബിമാരെ കൂടെ എന്നെ പ്രവേശിപ്പിച്ചു. എന്നെ അവരുടെ കൂടെ ഇരുത്തി. അപ്പോ അവരിൽപ്പെട്ട ചില ആൾക്കാർക്ക് തോന്നി, ആ വലിയ വലിയ സഹാബികൾപ്പെട്ട ചില ആൾക്കാരെ മനസ്സിലൊരു തോന്നല് എന്താണ്? فكأن بعضهم وجد في نفسه فقال لمن يدخل هذا معنا ولنا أبناء مثله. ഈ ചെറിയ കുട്ടിയെ ഞങ്ങളെ കൂടെ എന്തിനായി ഇരുത്തുന്നു? ഞങ്ങൾക്ക് ഇയാളെ പോലുള്ള മക്കളുണ്ടല്ലോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ചെറിയ കുട്ടിയാണ്. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ സംബന്ധിച്ചിട്ട് വലിയ സഹാബികളിൽപ്പെട്ട ഒരാള് പറയുകയുണ്ടായി. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം, നിങ്ങളിപ്പോ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടാകുന്നു. അപ്പോ പിന്നെ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹാബിയാണ്. ഖുർആന്റെ അർത്ഥം പറയാൻ പ്രത്യേകമായിട്ടുള്ള അറിവ് നൽകുമെന്ന് അറിവുള്ള ആളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞവരും മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ അതിന് ദുആ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത്തരം വലിയ സഹാബിയാണ്. കാഴ്ചക്ക് ചെറുതാണെന്നല്ലാതെ ഖുർആന്റെ അർത്ഥം സഹാബികൾ മനസ്സിലായില്ലെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് മറ്റേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോടാണ് ചോദിക്കൽ. അപ്പൊ അത്രയും വലിയ പവറുള്ള ആളാണ്. അങ്ങനെ ഒരു ദിവസം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അവരെയും കൂടെ കടത്തുകയാണ്. അങ്ങനെ മഹാനവറുകൾ പറയുന്നത്, അവർക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് എന്റെ പവർ എന്താണ്, എന്റെ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ കഴിവെന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നെ ഈ വലിയ സഹാബികളുടെ അടുത്തേക്ക് പിന്നൊരു ദിവസം കൂട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ എന്താ അവിടെ ഉണ്ടായത്? അപ്പോ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിലുള്ള വലിയ വലിയ സഹാബികളെയും വിളിച്ച് ചോദിക്കുകയാണ്, മാ തഖൂലൂന ഫീ ഖൗലില്ലാഹി അസ്സ വജല്ല ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്
എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ആരോടാ ചോദിക്കാം? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെയുള്ള വലിയ വലിയ സഹാബിമാരോട് ചോദിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയാലേ പിന്നെ ഈ ടോട്ടൽ മനസ്സിലാവും. നമ്മളൊരു കാര്യത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കണം. വാചകാർത്ഥം മനസ്സിലാക്കലല്ല. ചില ആൾക്കാർ എന്ന് മനസ്സിലാക്കില്ല. ഖുർആൻ വ്യാഖ്യാനം എന്ന് പറയും, അവരതിന്റെ വാചകങ്ങൾക്കുള്ള ഓരോ അർത്ഥങ്ങളിൽ ലഘുവിലഘുവായി പറയും. പക്ഷെ അത് പഠിച്ചതുകൊണ്ട് നമുക്കെന്താ കാര്യം? അത് പഠിച്ചതുകൊണ്ട് നമുക്കെന്താണ് കാര്യം? അതിൽ എന്താണ് ടോട്ടലി എന്താണ് പറഞ്ഞതെന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടുള്ളൂ. സഹോദരന്മാരെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിക്കുകയാണ്, സഹാബികൾക്ക് ചിലപ്പോൾ ഖുർആന്റെ അർത്ഥം ശരിക്കും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. മനസ്സിലായില്ലെങ്കിൽ വലിയ വലിയ സഹാബിമാർ, ഖുർആന്റെ അർത്ഥം മനസ്സിലായ സഹാബിമാർ അവർക്കിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കാണ്, ചില ആൾക്കാർ ഖുർആന് ദുർവ്യാഖ്യാനം ചെയ്യുന്നു. അത് അങ്ങനെ ഖുർആനിലുണ്ട്, ഇങ്ങനെ ഹദീസിലുണ്ട്. ഞാനൊരു വീഡിയോയിൽ ഞാൻ കണ്ടു. വിഷമത്തോടെ ഞാൻ പറയാം, ഒരു സ്വാമിജി, അയാളൊരു നല്ല മനുഷ്യനാണ്, കേരളക്കാരനാണ്. അയാൾ പറയുന്നു, ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ മുസ്ലിമല്ലാത്ത അമുസ്ലിമീങ്ങളായ ആൾക്കാര് കൊല്ലണമെന്നുണ്ട്. ആ വീഡിയോ കേട്ടപ്പോ അയാൾ കുറെ അമുസ്ലിമീങ്ങളെങ്ങനെ എഴുതിക്കൊണ്ടാണ്, സ്വാമിജിയാണ്, വലിയൊരു മഹാനാണ് അവരുടെ മതത്തിൽ, അയാൾ പറയുന്നത്. അപ്പോ എന്നിട്ട് അയാൾ പറയുന്നു, ഇതിന് ഇങ്ങനെ ഖുർആൻ ഇല്ലേ, അതെങ്ങനെ അയാൾക്ക് മനസ്സിലായി? അയാൾ പറയുന്നു, നിങ്ങളുടെ ഖുർആൻ വ്യാഖ്യാന പുസ്തകം തന്നെ എനിക്ക് കിട്ടി, അതിൽ ഒരു മുസ്ലിം സഹോദരൻ എനിക്കിത് കാണിച്ചു തന്നു. അങ്ങനെ അയാളൊരു നല്ല മനുഷ്യനാണ്. അയാൾ പറയുന്നു, ഇതിന്റെ അർത്ഥം ഈ വാചകാർത്ഥമാണോ, ഈ ലഘുവിന്റെ അർത്ഥമാണോ, അതല്ല ഇതിന് വേറെ അർത്ഥങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ മുസ്ലിം വിദ്വാൻമാർ, മുസ്ലിം പണ്ഡിതന്മാർ അത് വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ ഇവിടെ നാടാകെ കുട്ടിച്ചോറാവൂലേ, നാടാകെ പ്രശ്നത്തിലാവൂലേ എന്ന് അയാൾ അമുസ്ലിമായ ഒരു സ്വാമീജി പറയുന്നു. എന്നതിന് നമ്മുടെ പണ്ഡിതന്മാരും കൂടി പറഞ്ഞു. അയാൾക്കൊരു സമാധാനമായി. ഞാൻ പറയുന്നത്, ഖുർആൻ എന്ന് പറഞ്ഞാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ കിതാബാണ്. അത് ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ വേണം. ആ വേണമാണെങ്കിൽ അതിന്റെ വാചകാർത്ഥം മാത്രം ഉദ്ദേശിച്ചാൽ ഒരു വന്നാൽ നസ്റുല്ലാഹി, അള്ളാന്റെ സഹായം, വൽ ഫത്ഹു, വിജയം. എന്താ വിജയം? നമുക്ക് എന്തെങ്കിലും മനസ്സിലായോ? അപ്പൊ അതിന് എന്താ സ്വഹാബത്ത് അർത്ഥം വെച്ചത്? ഇമാമികൾ എന്താ പറഞ്ഞത്? അതിന്റെ ഉദ്ദേശം എന്താണ്? അതൊക്കെ നാം മനസ്സിലാക്കണ്ടേ. ഇരിക്കട്ടെ. അങ്ങനെ സ്വാമിജിക്ക് അയാൾക്ക് പിന്നെ മനസ്സിലായി. അപ്പൊ അങ്ങനെ ഇസ്ലാമിന് വ്യാഖ്യാനിക്കുന്നു, ഖുർആന് വ്യാഖ്യാനിക്കുന്നു തെറ്റായിട്ട് ചില ആൾക്കാർ, ഞാൻ പേരെടുത്ത് പറയുന്നത്, ചില വിഭാഗക്കാർ അവരുടെ ഇഷ്ടം പോലെ അവരുടെ ലാഭത്തിന് വേണ്ടി അവർ അർത്ഥമെഴുതി. ഒരാൾ വോട്ട് കിട്ടാൻ വേണ്ടി വോട്ടിന് വിളിക്കും. പിന്നെ KNCUല് ആ സമയത്ത് ഇയാള് ഒരു ഖുർആന്റെ ആയത്ത്, ഒരാൾക്കുള്ള ഈ വോട്ടിന്റെ അയാളുടെ ചിഹ്നം ഇത് മരമായിരുന്നു. അപ്പൊ അയാൾ പറയാം, ഖുർആന്റെ ആയത്തോട് പറയാം, നിങ്ങൾ മരത്തിൽ വോട്ട് ചെയ്യണ്ടാവും. അയാളെ എതിർ പാർട്ടിന്റെ പിന്നെ ചിഹ്നം മരമായിരുന്നു. അപ്പൊ അയാൾ പറയാം, നിങ്ങൾ മരത്തിൽ വോട്ട് ചെയ്യണ്ടാവും. ഇയാള് തെളിവ് ധരിച്ചെന്താണെന്ന് അറിയോ? വലാ തഖ്റബ ഹാദിഹി ഷജറ എന്ന് സൂറത്തുൽ ബഖറയിൽ ഒരു ആയത്തുണ്ട്. അതിനെയാൾ പറ്റി പറയുന്നത്, നിങ്ങൾ ഈ മരത്തിൽ വോട്ട് ചെയ്യണ്ട. എവിടെയുണ്ട്? ഖുർആനിലുണ്ട്. എവിടെയുണ്ട്? എന്താ ഉള്ളത്? വലാ തഖ്റബ ഹാദിഹി ഷജറ, ഈ മരത്തിന്റെ അടുത്ത് പോകേണ്ട. ഇങ്ങനെ ഇസ്ലാമിൽപ്പെട്ട ചില ആൾക്കാരുണ്ട്, ഖുർആന്റെ തെറ്റായ അർത്ഥം പറയുന്നു. ആ തെറ്റായ അർത്ഥം പറഞ്ഞുകൊണ്ട് മറ്റു മതക്കാരെ നോക്കുന്നു. അവർ പറയുന്നു ഖുർആൻ തെറ്റുണ്ട്, ഇത് പറ്റൂല.
ഇതിനെയാണ് ഞാൻ പറഞ്ഞത്. ഇസ്ലാമിന്റെ അർത്ഥം, ഖുർആന്റെ അർത്ഥം ശരിക്കും ഞാൻ മനസ്സിലാക്കണം. അതാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹാബികളെ വിളിച്ച് ചോദിച്ച, വലിയ വലിയ സഹാബികളെ വിളിച്ച്, മാ തഖൂലൂന ഫീ ഖൗലില്ലാഹി അസ്സ വജല്ല ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. സഹാബികളെ, അതിൽപ്പെട്ട വലിയ വലിയ സഹാബികളാണ് കേട്ടോ, ചെറിയ ആൾക്കാരൊന്നുമല്ല. നിങ്ങൾ ഇദാ ജാഅ നസ്റുല്ലാഹി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അപ്പോ فقال بعضهم أمرنا أن نحمد الله ونستغفره. ഇതിൽ അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിനെ സ്തുതിക്കാനും അള്ളാഹുവിനോട് നാം ഇസ്തിഗ്ഫാർ ചെയ്യാനുമാണ്. അള്ളാഹിന്റെ സഹായം കിട്ടിയാൽ നസറനാ വഫതഹ അലൈനാ, അള്ളാഹിന്റെ സഹായം കിട്ടിയാൽ അള്ളാഹ്ക്ക് നമ്മൾ ദിക്ർ തസ്ബീഹ് ചെല്ലണമെന്നാണ് ഇതിന്റെ അർത്ഥം. ഒസക്കസമാകുമ്പോൾ ഫലം ഞങ്ങൾ ചെയ്യാം. പിന്നെ ചില ആൾക്കാരും ഉണ്ടാവില്ല, അവരൊന്നും പറഞ്ഞില്ല. ആ സമയമാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് എന്ന് പറയുന്ന ചെറിയ സഹാബിയെ വിളിച്ചു ചോദിക്കുന്നു, മോനെ അകദാലിക തഖൂലു ഇബ്നു അബ്ബാസ്, ഇവര് പറഞ്ഞതാണോ ഇതിന് ശരിയായ അർത്ഥം? അപ്പോൾ അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല. പിന്നെ ഫഖുൽതു ലാ, അതിങ്ങനെയല്ല അതിന്റെ ശരിയായ അർത്ഥം. അങ്ങനെ അർത്ഥം അത് വേറെ വിഷയം. ഇതിന്റെ യഥാർത്ഥ ഉദ്ദേശം അങ്ങനെയല്ല. അപ്പൊ അവർ പറഞ്ഞ് തെറ്റാണെന്നല്ല, അതിന് കുറെ അർത്ഥമുണ്ട്. പക്ഷെ ഇമ്പോർട്ടന്റ് അർത്ഥമാണ് നമ്മളിവിടെ പറയേണ്ടത്. അത് ആ അർത്ഥം അല്ല. എന്താ? അപ്പൊ പറഞ്ഞു, ഹുവ അജലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലമഹു ലഹു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവധി, റസൂലുള്ളാഹിന്റെ ആയുസ് തീർന്നു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ കാലം ഇവിടെ ജീവിക്കാനില്ല എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം? നിങ്ങൾ കേട്ടോളൂ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിന്റെ സഹായവും അതുപോലെ വിജയവും നിങ്ങൾക്ക് വന്നാൽ, വിജയം എന്ന് പറഞ്ഞാൽ നമ്മുടെ SSLCയോ അല്ല PUCയോ ആ വിജയമല്ല, അതിനുള്ള നമ്മുടെ വിണ്ണാവൽ പരീക്ഷയിൽ പിന്നെ പാസ്സാവലല്ല. പിന്നെ മക്ക വിജയം എന്നുള്ള ചരിത്ര പ്രസിദ്ധമായ മക്ക മുസ്ലിമീങ്ങളുടെ കയ്യിലായൊരു സംഭവമുണ്ട്. അത് വന്നാൽ, അതുണ്ടായിക്കഴിഞ്ഞാൽ وَرَأَيْتَ النَّاسَ يَدْخُلُونَ فِي دِينِ اللَّهِ أَفْوَاجًا, എല്ലാ ആൾക്കാരും കൂട്ടം കൂട്ടമായി ഓരോ ഭാഗത്തുള്ള ആൾക്കാർ, അതായത് ഈ മക്ക വിജയം എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തെ ഭാഗത്തുണ്ടായതാണ്. മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് വന്നു. വരുമ്പോൾ ഒരു യുദ്ധമുണ്ടാകാതെ സമാധാനത്തോടെ ആ നാട്ടുകാരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നാലെ വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരികയാണ് വിജയത്തിന് വേണ്ടി. ആവശ്യം വന്നാൽ ചെറിയൊരു യുദ്ധം നടത്താമെന്നായിരുന്നു. പക്ഷെ യുദ്ധം നടത്തേണ്ടി വന്നില്ല. എല്ലാവരും അവരവരായി റസൂലുള്ളാഹിന്റെ പിന്നാലെ വന്നു. എന്നിട്ടതാ ഒരു യുദ്ധമില്ലാത്ത നിലയ്ക്ക് അവിടെ അവസാനിക്കുകയാണ്. മക്ക മുസ്ലിമീങ്ങളുടെ കയ്യിലാവുകയാണ്. ഇങ്ങനെ ഒരു വിജയം വന്നാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നിങ്ങൾ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യണം. വസ്തഗ്ഫിറു, അല്ലാഹുവിനോട് പാപമോചനം നടത്തണം. നമ്മളിപ്പോ സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം ബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് നമ്മൾ മഗ്രിബിന്റെ സമയത്ത് നമ്മൾ പറയാറുണ്ട്. ഈ തസ്ബീഹ് കുട്ടികൾക്ക് മാത്രമുള്ളതല്ല, അത് ഉസ്താദിന് മാത്രമുള്ളതല്ല, എല്ലാവരും പറയേണ്ടതാണ്. കാരണം ഖുർആൻ എന്താ പറയുന്നത്? ഇമ്മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദി, ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അല്ലാഹു തസ്ബീഹ് പറയുന്നു. നമ്മളും പറയേണ്ടതാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അങ്ങനെ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബാ, അല്ലാഹു നമ്മുടെ ദോഷം കൂടുതലായി പൊറുക്കുന്നവനും തൗബ സ്വീകരിക്കുന്നവനുമാണ് എന്ന് ഈ ഖുർആൻ അല്ലാഹു തആലയോട് പറയുകയാണ്.